ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ നമുക്കറിയാം അഞ്ജലി കുറുപ്പിൻ്റെ വീട്ടിൽ കയറി ചെല്ലും. അവിടെ ആകെ മൊത്തം സീനാകും. പത്മ മരിച്ചു പോയില്ല എന്നൊരു സത്യം വിളിച്ചു പറയും. ഇത് കേട്ടിട്ട് വിശ്വസിക്കാനാകാതെ അമ്പരന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ഇന്ന് തുടക്കത്തിൽ തന്നെ കാവ്യ പറയുകയാണ്, ഇവള് കേസ് തോക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു പിടിവള്ളി ഇല്ലാതെ വന്നപ്പോൾ ഇവൾ എന്തൊക്കെയോ ഒന്ന് വിളിച്ചു പറയുകയാണ്. നിനക്ക് നാണമില്ലേടി, ഇറങ്ങി പോകാൻ നോക്ക്, നീ ഈ പറയുന്ന നുണക്കഥകളൊക്കെ ആര് വിശ്വസിക്കാനാണ്? അങ്ങനെ കാവ്യ പറയും. അപ്പോൾ അഞ്ജലി പറയും, എനിക്ക് നുണക്കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇത് പത്മയുടെ ബോഡിയല്ല, ഇത് നസീമ എന്നൊരു പെൺകുട്ടിയുടേതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആകെ ഷോക്കഡായി നിൽക്കുകയാണ് കുറുപ്പും കാർത്തിക്കും കാവ്യയും അതുപോലെ തന്നെ സേതു ഒക്കെ കേട്ടോ. അപ്പോൾ ആകെ ഷോക്കഡായി പോയി. ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഈ കേസിൽ ഉണ്ടാകുമെന്ന്. എന്താണെങ്കിലും നസീമയുടെ ബോഡിയാണ് ഇതെന്ന് നമ്മുടെ അഞ്ജലി പറഞ്ഞപ്പോൾ അങ്ങ് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ്. പത്മ മരിച്ചില്ല എന്ന വാർത്ത കേട്ട് എല്ലാവരും ഇങ്ങനെ ഷോക്കഡായി നിൽക്കുന്ന സമയത്ത് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൂടി നമ്മുടെ അഞ്ജലി കൊടുക്കുകയാണ്. കാർത്തികിനെയും കുറുപ്പിനെയൊക്കെ നോക്കി പറയണം, എടാ കാർത്തികേ, നീ ഈ കേസിൽ രക്ഷപ്പെട്ടു പോയി എന്നല്ലേ നീ വിചാരിച്ചത്? അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഞങ്ങളുടെ പത്മയ്ക്കെതിരെ നീ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും എണ്ണി നീ മറുപടി പറയേണ്ടി വരും. നീ ചെവിയിൽ നുള്ളിക്കോ, നിനക്ക് ഞാൻ ജീവപര്യന്തം ശിക്ഷ വാങ്ങിച്ചു തരും. ഇത് കേട്ടതുകൂടി കാർത്തിക് അങ്ങോട്ട് എന്താ പറയുക, ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയ പോലത്തെ ഒരു അവസ്ഥയിലാണ് കാർത്തിക്കുള്ളത്. പത്മ മരിച്ചിട്ടില്ല എന്നൊരു സംഭവം കേട്ട് ഷോക്കഡായി നിൽക്കുകയാണ്. ജീവപര്യന്തം ശിക്ഷ കൂടി ഞാൻ വാങ്ങിച്ചു തരുമെന്ന് അഞ്ജലി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാർത്തിക്കാണ് ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ അഞ്ജലി പുറത്തേക്ക് പോകും, വണ്ടി എടുത്ത് പോകും. എല്ലാവരും ഇങ്ങനെ അഞ്ജലി പോകുന്നത് നോക്കി അങ്ങോട്ട് ഷോക്കഡായിട്ട് നിൽക്കും കേട്ടോ. ഈ ഒരു സമയത്താണ് കുറുപ്പിനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അഞ്ജലി പറഞ്ഞ കാര്യം കേട്ടിട്ട് ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ അയാൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് നസീമയുടെ ബോഡിയാണോ കൊണ്ടുപോയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ചിതയിൽ നിന്ന് എടുത്ത് നോക്കി കൊണ്ടുപോയി എന്നൊക്കെ ഓൾറെഡി അഞ്ജലി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം കുറുപ്പ് നമ്മുടെ രാഘവനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ രാഘവനെ ഇങ്ങനെ ഫോൺ എടുക്കും. എന്താണോ കുറുപ്പേ എന്ന് ചോദിക്കും. അപ്പോൾ കുറുപ്പ് പറയും, എടോ ഒരു കാര്യം കേട്ട് ഞാൻ ആകെ ഞെട്ടിയിരിക്കുകയാടോ, ഒരു സമാധാനവും ഇല്ല, എന്ത് പറയാനാടോ എന്ന് പറയും. രാഘവനോട് പറയും, എടോ താൻ സസ്പെൻസ് ഇടാതെ എന്താണെന്ന് വെച്ചാൽ സംഭവം പറഞ്ഞു തുലയ്ക്ക്, എന്നാലേ എനിക്കറിയത്തുള്ളൂ. കുറുപ്പ് പറയും, എടോ ആ മരിച്ചുപോയ ബോഡി കിട്ടിയില്ലേ റെയിൽവേ ട്രാക്കിൽ നിന്ന്, അത് പത്മയുടേത് അല്ലടോ, അത് നസീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടേതാണ്, അവൾ അതാണ് ഇവിടെ വന്ന് പറഞ്ഞത്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ കുറുപ്പ് രാഘവനോട് പറയും കേട്ടോ. രാഘവനാണെങ്കിൽ ആകെ ഇത് കേട്ടിട്ട് ഷോക്കടായി നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചടോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ സംഭവങ്ങളൊന്നും. കുറുപ്പ് പറയും, അതേടോ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയോ, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിന്നാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ രാഘവനോട് പറയും, എടോ ഇതൊക്കെ സത്യമാണോ? കുറുപ്പ്, അതെ സത്യമാണോ, ഞാൻ വിളിച്ച് എല്ലാം അന്വേഷിച്ചിരുന്നു, നസീമയുടെ ബോഡി തന്നെയാണോ, അതൊക്കെ അവരങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയില്ലടോ എന്ന് പറയും. കുറുപ്പും രാഘവനും തമ്മിൽ സംസാരിക്കുകയാണ്. അവസാനം കുറുപ്പ് പറയും, എടോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ട്, ഇത് വെച്ച് അഞ്ജലിക്കിട്ട് ഒരു പണി കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ രാഘവൻ പറയും, അതെങ്ങനെ താൻ എന്തൊക്കെയാണ് കിടന്ന് പറയണേ? കുറുപ്പ് പറയും, അതൊക്കെ ഞാൻ നോക്കിക്കോളടോ, അവൾക്കിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. അവള് മരിച്ചുപോയ പത്മയുടെ ബോഡിയും അന്വേഷിച്ച് മരിച്ചു പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് അന്വേഷിക്കുകയോ ചെയ്തല്ലോ, അത് വെച്ച് അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ എനിക്കറിയാം, ഞാനതിന് വേണ്ടതൊക്കെ ചെയ്തോളാം. അങ്ങനെ അവർ തമ്മിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് രണ്ടാമത്തെ സീനൊക്കെ തീരുകയാണ് കേട്ടോ. പിന്നെ എപ്പിസോഡിൽ നമ്മൾ കാണുന്ന സീന് എന്ന് പറയുന്നത് നമ്മുടെ ശ്യാമളാമ്മ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അഞ്ജലിനെ ആ കുഞ്ഞമ്മ ഒരുപാട് ശാപവാക്കുകൾ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആര്യയ്ക്ക് ഇടയ്ക്ക് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, അമ്മയെ വിഷമിക്കരുത് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമളാമ്മ പറയുന്നുണ്ട്, എൻ്റെ മോൾ അഞ്ജലിനെ ആ അമ്മ എന്തോരമാണ് ശപിച്ചത്, ആ അമ്മ ശപിച്ചില്ലെങ്കിൽ പോലും അമ്മയുടെ കണ്ണീര് മതി അഞ്ജലിന് അത് ഒരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടാനായിട്ട്. എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന്, പത്മ എവിടെയെന്നറിയില്ല, മരിച്ചു എന്നറിയില്ല, എനിക്ക് ആകെ വിഷമം വന്നിട്ട് വയ്യ എന്നൊക്കെ പറയും. അപ്പോൾ അമ്മായിയും ഇതൊക്കെ കണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മായിക്കും വിഷമമൊക്കെ വരുന്നുണ്ട്, കാര്യം ദുഷ്ടയാണെങ്കിൽ അമ്മായിക്കും വിഷമമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ അച്ഛനാണെങ്കിൽ വരുന്നുണ്ട്, അഞ്ജലിയുടെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്.
അപ്പോൾ അച്ഛൻ വന്നു കഴിയുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കുന്ന പറയും. ഇപ്പം ഞാൻ ഒരു തമിഴ്നാട്ടിൽ എനിക്കൊരു പോലീസായിട്ട് ഒരു സുഹൃത്തുണ്ട്, അയാളെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല, എന്താണെങ്കിലും എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്, നീ വിഷമിക്കാതിരിക്കുക, എല്ലാം നല്ല രീതിയിൽ സംഭവിക്കും എന്ന് പറയും. അഞ്ജലിയുടെ അച്ഛനും അമ്മയും ആര്യയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ ഈ അമ്മായി വന്ന് ഇടപെടുകയാണ്. അമ്മായി പറയുകയാണ്, നിങ്ങൾ ഇനിയെങ്കിലും ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ, നിങ്ങൾക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ. അഞ്ജലിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് പത്മ കേസ് ഏറ്റെടുത്തതോടുകൂടിയാണ്. ആ കുഞ്ഞമ്മ പറയുന്ന ശാപമൊക്കെ ഇനി ഈ പത്മ കേസുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏൽക്കും. അതുകൊണ്ട് അവളോട് ഈ കേസിൽ നിന്നൊന്ന് പിന്മാറാൻ പറ, മര്യാദയ്ക്ക് അവളെ ഏതെങ്കിലും ഒരു ചെക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് നോക്കുക, എങ്കിൽ മാത്രമേ മനസമാധാനം അവൾക്ക് ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ കുഞ്ഞമ്മയുടെ ശാപം എല്ലാം അവളിലേക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഈ പത്മ കേസിൽ നിന്ന് ഒഴിവാകാനായിട്ട് അവളോടൊന്ന് പറയുക. നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യുക, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു മാത്രം, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മായി പറയുമ്പോൾ നമ്മുടെ അഞ്ജലിയുടെ അച്ഛനും അമ്മയും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. കാരണം അവർക്കും കുറച്ചൊക്കെ മനസ്സിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു, ഇങ്ങനെ ഈ പത്മ കേസുമായിട്ട് മുമ്പോട്ട് പോയത് കൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ അഞ്ജലിക്ക് ജീവിതത്തിൽ വന്നത്, വിഷമങ്ങൾ വന്നത്, അങ്ങനെയൊക്കെ ചെറുതായിട്ട് അവർക്കും എവിടെയൊക്കെ ഒരു കോർണറിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഈ സീന്. ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീന് ഹോസ്പിറ്റലിലാണ്. നമ്മുടെ അഞ്ജലിയും അർജുനൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അമ്പാടിയുടെ മൊഴി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ CI നന്ദകുമാർ മൊഴിയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അമ്പാടി, ആ ഗുണ്ടകളെ തിരിച്ചറിയാനായിട്ട് പറ്റുമോ? അമ്പാടി പറയുന്നുണ്ട്, അതെ സാർ, എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. CI നന്ദകുമാർ പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ കുറേ അധികം ഗുണ്ടകളുണ്ട്, ചിലരെയൊക്കെ നമുക്ക് സംശയങ്ങളുണ്ട്. ഞാൻ ആ ലിസ്റ്റൊക്കെ തന്നെ കൊണ്ടുവന്ന് കാട്ടി ഒരു മൊഴിയെടുപ്പ് അല്ലെങ്കിൽ ആളുകളെ കൊണ്ടു നിർത്തിയുള്ള ഒരു പരേഡ് സംഭവം നടത്തി കളയാം. അപ്പോൾ അതിൽ നിന്ന് ഒരുപക്ഷെ നിനക്ക് അമ്പാടിക്ക് ഒരുപക്ഷെ തിരിച്ചറിയാനായിട്ട് പറ്റിയേക്കും. അങ്ങനെ അമ്പാടിയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലിയും അർജുനും അങ്ങോട്ട് വരും. അങ്ങനെ അവർ തമ്മിൽ കാണും, സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. CI നന്ദകുമാർ നമ്മുടെ അഞ്ജലിയോട് പറയുകയാണ്, അഞ്ജലി, ആ കൊണ്ടുപോയ ബോഡി നസീമയുടേതാണ് എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പത്മ മരിച്ചിട്ടില്ല എന്നൊരു ഹോപ്പ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേനും അഞ്ജലിക്ക് അർജുനും സന്തോഷമാകും. അപ്പോൾ അർജുൻ അമ്പാടി നോക്കി പറയും, എടാ നീ കേട്ടോടാന്ന് പറയും. അപ്പോൾ CI നന്ദകുമാർ ക്ഷമിക്കണം, എനിക്ക് ഈ സംഭവം ആ ഒരു സന്തോഷം അധികം നേരം പിടിച്ചു വെക്കാൻ പറ്റിയില്ല. നിങ്ങൾ വരുന്നതിനേ മുമ്പേ ഞാൻ അമ്പാടിയുടെ ഈ കാര്യം പറഞ്ഞു. എന്താണെങ്കിലും നമുക്ക് പത്മയെ കണ്ടെത്തണം, അതാണ് പ്രധാനമായ കാര്യം. അപ്പോൾ അർജുൻ CI സാറോട് പറയും, സാർ എനിക്കൊരു സംഭവമുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. സാറ് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഈ കേസിൽ ഞങ്ങൾ പോയിട്ടൊന്ന്, അഞ്ജലിയും അർജുനും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടൊന്ന് പത്മയെ അന്വേഷിച്ചാലോ, അവിടെ പോയി ഞങ്ങൾ ഒന്ന് തപ്പി നോക്കിയാലോ, ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാലോ. CI നന്ദകുമാർ പറയും, ഈ കേസ് അന്വേഷിക്കുക, തപ്പുക എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ പോലീസുകാരുടെ ഒരു ഇതാണ്, ഞങ്ങളുടെ ജോലിയാണത്. പക്ഷെ എന്നാലും നിങ്ങളങ്ങനെ പറയുന്നില്ലേ, നിങ്ങളൊന്ന് പോയി നോക്കൂ, ഒന്ന് തപ്പി നോക്കൂ, ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ നമുക്ക് വളരെ അനുകൂലമായ രീതിയിലൊക്കെ കാര്യങ്ങൾ ഒരു പക്ഷേ എത്തിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് തപ്പി നോക്കൂ, നിങ്ങളുടേതായ വഴിയിൽ നിങ്ങൾ നോക്കിക്കോ, ഞങ്ങളെ നോക്കിക്കോളാം. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ നമ്മുടെ CI നന്ദകുമാർ പറയും. ഇപ്പോൾ അഞ്ജലിക്കും അർജുനും ഒരുപാട് സന്തോഷവും. എന്താണെങ്കിലും പത്മിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ അർജുനും അഞ്ജലിയും കൂടി പോകും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ ഭയപ്പെട്ടിരുന്ന ആ കാര്യം സംഭവിക്കുകയാണ്. നമ്മുടെ അഞ്ജലി അർജുൻ്റെ വിവാഹം കഴിഞ്ഞു എന്നത് കുറുപ്പും രാഘവനെയും അതുപോലെ തന്നെ അനുപമയൊക്കെ അറിയാനായിട്ട് പോകുന്നത് എന്തെങ്കിലും സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ആയിരിക്കുമെന്ന് നമ്മൾ മുമ്പ് പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങൾ എത്തുകയാണ്. അനുപമ ഇന്ന് വീട്ടിലിരുന്നിട്ട് ഒരു മാഗസീൻ എടുത്ത് വായിക്കുന്ന ഒരു സമയത്ത് സമൂഹ വിവാഹത്തിൻ്റെ ആ ഒരു സംഭവം കാണും. അങ്ങനെ അതിൽ അർജുനെ അഞ്ജലി ഇങ്ങനെ കണ്ടതുപോലെ തോന്നും. അപ്പോൾ ആകെ ഷോക്കഡായി പോകും അനുപമ, ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം ഒരു ചാൻസും ഇല്ല, അത് പാവപ്പെട്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ വിവാഹമാണ് നടത്തി കൊടുത്തിരിക്കുന്നത്, അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് കുറുപ്പാണ്. അതാണ് അനുപമയ്ക്ക് ഷോക്കഡായി പോകുന്നത്. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കാനായിട്ട് ചാൻസ് ഇല്ല. അങ്ങനെ ഇത് ഒരു ഉറപ്പും വരുന്നില്ല. കാരണം നമുക്കറിയാം മാഗസീനിലെ ഫോട്ടോസ് ഒരു ക്ലിയർനെസ് കുറവുണ്ടാവും, എന്നാലും ഒരു 50% ഉറപ്പിച്ച് കഴിഞ്ഞാൽ അനുപമ ഇത് അർജുൻ അഞ്ജലി ആണ് എന്ന ഫോട്ടോ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറുപ്പിനെ ഫോൺ വിളിക്കും. കുറുപ്പ് ഇങ്ങനെ ഫോൺ കാണും, ഓ ഇത് അനുപമയാണല്ലോ, എന്ത് വള്ളിക്കെട്ട് കൊണ്ടാണോ ഫോൺ വിളിക്കാനായിട്ട് അവൾ വിളിക്കുന്നത്. അങ്ങനെ കുറുപ്പ് ഫോൺ എടുക്കും. അങ്ങനെ കുറുപ്പിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും.
കുറുപ്പങ്കളെ ഇങ്ങനെ ഒരു സമൂഹ വിവാഹത്തിന് മുൻകൈ എടുത്ത് അങ്കിൾ നടത്തിയിരുന്നു, അതെന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുറുപ്പ് പറയും, അങ്ങനെ സംഭവം അനന്തു ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെ പേരിൽ ഞാൻ നടത്തിയിരുന്നു, അതൊക്കെ നമ്മുടെ രാഷ്ട്രീയപരമായ ചില തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ അതിൽ 1-2-3 പേരൊക്കെ നമ്മൾ തന്നെ ഏർപ്പാടാക്കിയ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെയാണ്. എന്താ അനുഭവം ഇനിയിപ്പോൾ ഇത് ചോദിക്കാനായിട്ട് കാരണം? അതൊന്നുമില്ല അങ്കിളെ, ഞാനിങ്ങനെ ഒരു മാഗസീനിൽ കണ്ടു, അപ്പോൾ അത് എന്തെന്നറിയാനായിട്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ, വേറൊന്നും ഇല്ല കേട്ടോ അങ്കിളേ എന്ന് പറയും. അങ്ങനെ അനുഭവം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വെക്കും. എന്താണെങ്കിലും അനുപമ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അനുഭവം ചിന്തിക്കുകയാണ്, ഈശ്വര ഇതൊന്നും ആരും കാണല്ലേ, അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞു എന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് അനുപമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. അഞ്ജലി അർജുന് വിവാഹം കഴിഞ്ഞു, ഒരു മനുഷ്യൻ പോലും ഇത് അറിയരുത്. എന്താണെങ്കിലും അനുപമ ഈ ഒരു കാര്യം അറിഞ്ഞതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ അഞ്ജലിക്ക് വരാനായിട്ട് പോവുകയാണ്. അതെല്ലാം തന്നെ നമ്മൾ വീക്കിൻ്റെ പ്രൊമോയിലെല്ലാം കണ്ടിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക, വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. രാത്രിയിൽ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് നമ്മൾ വരാൻ കേട്ടോ. എന്നാണെങ്കിലും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ, ബൈ ബൈ.